എൻ്റെ പേര് ആൽഫ സാജു. ഞാൻ സെൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ പൈങ്ങോട്ടൂർ പഠിക്കുന്നു. റവന്യൂ എറണാകുളം. ഇത് ഡെവലപ്മെൻറ്റ് ഓഫ് ലാമ്പ്, ക്യാൻ ആൻഡ് ബക്കറ്റ്. ഡെയിലി ലൈഫിൽ നമുക്ക് ഒത്തിരി ഉപയോഗമുള്ള ലാമ്പ്, ക്യാൻ ആൻഡ് ബക്കറ്റ്. അത് ഏതൊക്കെ ഷേപ്പിൽ നിന്നാണ് അത് ഉണ്ടാക്കുന്നതിനും അത് ഏതൊക്കെ ഷേപ്പ് കട്ട് ചെയ്താൽ അത് മെയ്ഡ് ചെയ്യുന്നതിനുമാണ് വരച്ചിരിക്കുന്നത്. ഇപ്പം തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വന്യതിശേഖരത്തെക്കുറിച്ച് അടികെ സുന്ദരരാജൻ വെളിപ്പെടുത്തിയതുപോലെ ഉത്തര മലബാറിലെ പുരാതനമായ ഒരു ക്ഷേത്രത്തിലും ഇത്തരത്തിൽ വൻ നിധിശേഖരമുള്ളതായിട്ട് ഒരു അവിടുത്തെ പൂജാരി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിദഗ്ധ സംഘത്തെ സംസ്ഥാന സർക്കാർ അയക്കുകയും അവിടുത്തെ നിധി കണ്ടെത്തി മൂല്യം നിർണ്ണയിക്കാൻ അവരെ സഹായിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അവിടെ നിന്ന് ഒരു രേഖ ലഭിക്കുന്നു. ആ രേഖയിൽ കോട്ടയുമായി ബന്ധപ്പെട്ട ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഒരു കോട്ടയിലാണ്. ആ കോട്ടയുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളുണ്ട്. ഈ നിധി സൂക്ഷിച്ചിരിക്കുന്നത് 2 അറകൾ വീതമുള്ള 2 പെട്ടികളിലായാണ്. ഓരോ അറയിൽ 22 വീതം ക്യൂബുകളും 7 വീതം സിലിണ്ടറുകളുമുണ്ട്, സ്വർണം കൊണ്ട് നിർമ്മിച്ചത്. ഈ സിലിണ്ടർ നിർമ്മിച്ചിരിക്കുന്നത് പരമാവധി വ്യാപ്തം ലഭിക്കത്തക്കവണ്ണം ഉപരിതല പരപ്പളവിന് ആനുപാതികമായാണ്. പിന്നെ ഓരോ പെട്ടിയിലെ ഓരോ അറയിലെ ക്യൂബുകളുടെ വശവും സിലിണ്ടറിൻ്റെ ആരവും തൊട്ടടുത്ത അറയിലെ ക്യൂബുകളുടെ വശവും സിലിണ്ടറിൻ്റെ ആരവുമായിട്ട് പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്ത രൂപത്തിലാണുള്ളത്. ഓരോ അറയിൽ നിധിയുടെ ആകെ വ്യാപ്തം ഒരു 5 അക്ക സംഖ്യയാണ്. ഈ 5 അക്ക സംഖ്യയിൽ ആദ്യത്തെ 2 അക്കങ്ങൾ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. 3 അക്കങ്ങളും മാഞ്ഞിരിക്കുന്നു. ഇത്തരത്തിൽ രേഖയിലെ പല വിവരങ്ങളും അവ്യക്തമായ രീതിയിലാണുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയായിരിക്കും നമുക്ക് വിദഗ്ധ സംഘത്തെ സഹായിക്കാൻ സാധിക്കുക? ആദ്യം ത്രികോണമിതി ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്ക് നിധിയുടെ സ്ഥാനം കണ്ടെത്താൻ സാധിക്കും. പിന്നെ സമവാക്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് ഈ അതിന് സഹായകമായ രീതിയിലുള്ള ചരങ്ങളും മറ്റും ഉപയോഗിച്ച് നമ്മൾ നിധിയുടെ ആകെ വ്യാപ്തം കണ്ടെത്തുകയും പിന്നെ ഈ നിധിയുടെ ആകെ വ്യാപ്തത്തെ സ്വർണത്തിൻ്റെ സാന്ദ്രത കൊണ്ട് ഗുണിച്ച് അതിനെ 1000 കൊണ്ട് ഹരിച്ചതിന് ശേഷം പിന്നീട് ഇന്നത്തെ സ്വർണത്തിൻ്റെ വില അതായിട്ട് ഗുണിക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ അതിൻ്റെ മൂല്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞങ്ങളുടെ സ്കൂളിൽ ഗണിതശാസ്ത്ര ക്ലബ്ബുണ്ട്, സാമൂഹ്യശാസ്ത്ര ക്ലബ്ബുണ്ട്, പരിസ്ഥിതി ക്ലബ്ബുണ്ട്, എല്ലാ ക്ലബ്ബുകളും ഉണ്ട്. എല്ലാ ക്ലബ്ബുകളിലും കുട്ടികൾക്ക് അംഗത്വമുണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പം മാത്സ് ക്ലബ്ബിലാണ് കൂടുതലായിട്ടും ഉള്ളത്. അതിൽ മേള വരുമ്പോൾ ശാസ്ത്രമേള വരുമ്പോൾ ഗണിതശാസ്ത്രമേള വരുമ്പോൾ ഇപ്പം നെറ്റിലുള്ള ഇന്നത്തെ ഗണിത പസിലുകളൊക്കെ കുട്ടികൾക്ക് പരിചയപ്പെടുത്താനും ശ്രമിക്കാറുണ്ട്. പിന്നെ ടെസ്റ്റിലുള്ള സൈഡ് ബോക്സിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് വിവിധ ചെറിയ ചെറിയ പസിലുകളായിട്ട് നിർമ്മിക്കാനും സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഇവിടെ ഒരു 1 കിലോഗ്രാം റീചാർജബിൾ ലിഥിയം ബാറ്ററി ഉണ്ട്. ഈ ബാറ്ററിയുടെ പ്രവർത്തനം മൂലം മോട്ടോർ വർക്ക് ചെയ്യുകയും ഈ മോട്ടോർ വർക്ക് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് പമ്പ് ഓഷ്യനിൽ നിന്നും 200 ലിറ്റർ പെർ മിനിറ്റ് വാട്ടറിനെ പമ്പ് ചെയ്യപ്പെടുന്നു. ഈ പമ്പ് ചെയ്യപ്പെടുന്ന വാട്ടർ നേരെ എത്തുന്നത് എയർ സെപ്പറേറ്ററിലാണ്. ഈ എയർ സെപ്പറേറ്ററിൽ ഹെൻറീസ് ലോ എന്ന് പറയുന്ന ഒരു ലോ ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതായത് പ്രഷറും വാട്ടറിൽ സോലുബിളായിട്ടുള്ള എയറിൻ്റെ സോലുബിലിറ്റിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇവിടെ ഒരിക്കലും ഒരു കെമിക്കൽ സെപ്പറേഷൻ നടക്കുന്നില്ല, തികച്ചും ഒരു ഫിസിക്കൽ സെപ്പറേഷൻ ആണ് നടക്കുന്നത്. വാട്ടറിൽ ഡിസോൾവ് ആയിട്ടുള്ള എയറിനെയാണ് നമ്മളിവിടെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. അതിനുവേണ്ടി ഇവിടെ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നൊരു മെത്തേഡ് നടക്കുന്നു. സെൻട്രിഫ്യൂഗേഷൻ്റെ ഫലമായിട്ട് വാട്ടർ ശക്തമായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് പ്രഷർ കുറയുകയും എയർ സെപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ബാക്കി വരുന്ന വാട്ടർ ഈ ഒരു ഔട്ട്ലെറ്റ് വഴി ഓഷ്യനിലേക്ക് തിരിച്ചു പോകുന്നു. എയർ സെപ്പറേറ്ററിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന എയർ നേരെ എത്തുന്ന ഫ്ലെക്സിബിൾ എയർ ബാഗിലേക്കാണ്. ഈ ഫ്ലെക്സിബിൾ എയർ ബാഗിൽ എത്തുന്ന എയറിൻ്റെ എപ്പോഴും ഒരു എമൗണ്ട് ഓഫ് എയർ ഈ എയർ ടാങ്കിൽ സ്റ്റോർ ചെയ്യും. ഏതെങ്കിലും ഒരു ഈ ഒരു പാർട്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ഫെയിലിയർ മൂലം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഡൈവറിന് സുരക്ഷിതമായിട്ട് സർഫേസിലെത്താൻ കഴിയുന്നു. ഫ്ലെക്സിബിൾ എയർ ബാഗിൽ എത്തുന്ന എയറിനെ ഡൈവർ നേരിട്ട് ശ്വസിക്കാൻ ഉപയോഗിക്കുന്നു. എക്സൈൽ ചെയ്യുന്ന എയറിനെ വീണ്ടും റീസൈക്കിൾ ചെയ്ത് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതിനുവേണ്ടി എക്സൈൽ ചെയ്യുന്ന എയറിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അംശം കാണും.
ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റുന്നതിന് വേണ്ടി ഇവിടെ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് സ്ക്രബ്ബർ ഉണ്ട്. ഇവിടെ നിന്നും കാർബൺ ഡൈ ഓക്സൈഡിനെ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡ് വഴി സെപ്പറേറ്റ് ചെയ്തിട്ട് ബാക്കി വരുന്ന എയറിനെ വീണ്ടും ഈ ഡൈവർ ശ്വസിക്കാൻ ഉപയോഗിക്കുന്നു. ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ്ലി ആയിട്ട് നടക്കുന്നു. ഒരു ഓക്സിജൻ സിലിണ്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഈ സിസ്റ്റത്തിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതാണ് ഞാൻ അടുത്തതായിട്ട് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് ഫസ്റ്റ് ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ലോങ്ങർ ബോട്ടം ടൈം. ഒരു ഓക്സിജൻ സിലിണ്ടറിൻ്റെ കേസിൽ അവർക്ക് കൂടുതൽ നാൾ അണ്ടർ വാട്ടറിൻ്റെ അടി സ്ഥിരമായിട്ട് നിന്ന് പഠിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ ഈ സിസ്റ്റത്തിൻ്റെ കേസിൽ അങ്ങനെയല്ല. ഇതിനകത്ത് ഒരു റീചാർജബിൾ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഉപയോഗം കാരണം നമുക്ക് അണ്ടർ വാട്ടറിൽ സ്റ്റേ ചെയ്ത് പഠിക്കാൻ സാധിക്കുന്നു. നെക്സ്റ്റ് എന്ന് വെച്ചാൽ നോ നീഡ് ഓഫ് റീഫില്ലിംഗ്. അതായത് ഓക്സിജൻ സിലിണ്ടേഴ്സിനെ റീഫിൽ ചെയ്യാൻ വേണ്ടി സർഫസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്നാൽ ഈ സിസ്റ്റം, അതായത് അലൻ ബോർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഈ ആർട്ടിഫിഷ്യൽ ഗിൽ സിസ്റ്റത്തിൻ്റെ കേസിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. നെക്സ്റ്റ് നോ നെഗറ്റീവ് എക്കോളജിക്കൽ ഇമ്പാക്റ്റ്. അതൊരു വാട്ടറിനെ ഒരിക്കലും ഇത് പൊല്യൂട്ട് ചെയ്യുന്നില്ല. വാട്ടറിൽ ഒരിക്കലും അത് ടോക്സിക് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നില്ല. ഫിസിക്കലായിട്ട് ഒരു ഫിഷ് ബ്രീത്ത് ചെയ്യുന്ന സിസ്റ്റം തന്നെ ഉപയോഗിക്കുന്നത് കൊണ്ട് അങ്ങനെ അതൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ്.